ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് അച്ചുവിനെ പെണ്ണ് കാണാനായിട്ട് വീട്ടിൽ ആൾക്കാർ വന്നിരിക്കുന്നു. ആ സമയത്ത് അനിയത്തിമാർ രണ്ടുപേരും കൂടി ചെറുക്കനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെവിയിൽ കമ്മലിട്ട ചെറുക്കന്മാരെ എനിക്ക് ഇഷ്ടമേ അല്ലെന്ന് പറഞ്ഞ് മൃദു അനിയത്തിയോട് പറയുന്നു. അപ്പോഴേക്കും അച്ചുവിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പൂർണിമയെ മാധവൻ പറഞ്ഞു വിടുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അമ്മ വരുന്നത് കൊണ്ട് ഓടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അച്ചുവിനെ വേഗം വിളിക്കാൻ പറഞ്ഞുകൊണ്ട് അമ്മ ഇവരുടെ അടുത്തേക്ക് ചെല്ലുക. അച്ചു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അച്ചു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അച്ചു വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചി ചായയൊക്കെ ആയിട്ട് വരുന്നു. ദാ മോളെ ഇത് കൊടുക്കാൻ പറയണു. അങ്ങനെ അതേ നമ്മുടെ അച്ചു അവർക്കെല്ലാവർക്കും കൊടുക്കുന്നു. ചെറുക്കനെ കണ്ടപ്പോൾ അച്ചുവിൻ്റെ മുഖത്തൊരു ചിരി, അതുപോലെ അവർക്കും ചിരി. എല്ലാവർക്കും വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ അവർക്ക് രണ്ടുപേർ കൂടെ സംസാരിക്കുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം തന്നെ പറഞ്ഞ് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു. പറ്റിയ വിവാഹത്തിൻ്റെ തീയതിയും കുറിക്കാമെന്നൊക്കെ പറയുന്നു. ആദ്യം മോളെയും കൂട്ടി ഞങ്ങൾ അവിടെ വരെ ഒന്ന് വരട്ടെ എന്ന് മാധവൻ പറഞ്ഞു കേട്ടോ. വിവാഹശേഷം അവിടെ താമസിക്കേണ്ട ആള് മോളല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ചെറുക്കൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെ നോക്കുക. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മോളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ മാധവേട്ടൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ മോൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ചെറുക്കൻ്റെ അമ്മ പറയണു. അച്ഛൻ ഇങ്ങനെ നോക്കുക. പിന്നെ കല്യാണത്തിന് മുൻപ് പെണ്ണ് ചെക്കൻ വീട് കാണാൻ വരുന്നത് പുതുമയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വരുന്ന ദിവസം ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു സസ്പെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അത് തൽക്കാലം അവിടെ വരുമ്പോൾ അറിയുന്നതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇവർ. അപ്പോൾ ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാധവ എന്നും പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞ് ഇറങ്ങും കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ചെറുക്കൻ വീട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ വരണം കേട്ടോ എന്ന് മൃദുവിനോടും അനിയത്തിയോടും ഇങ്ങനെ പറയുന്നു ചെറുക്കൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങൾ വരാം ആൻറ്റി എന്ന് അവരും പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് ഇവർ ഇറങ്ങുവാണേ. അവർ ഇങ്ങനെ നോക്കിയൊക്കെ ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചു അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ ഓടി കയറിപ്പോയി അനിയത്തിമാരും കൂടി. ഈ സമയത്ത് പൂർണിമ അവിടെ അടുക്കളയിൽ ചെന്ന് അവിടുത്തെ വേലക്കാരി ചേച്ചിയായിട്ട് സംസാരിക്കുക. കല്യാണം കഴിക്കാൻ വന്ന പയ്യൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ നല്ല കലക്കം പയ്യനല്ലേ, മോൾക്ക് നന്നായിട്ട് ചേരുമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പൂർണിമയോട് പറയുന്നു. പൂർണിമയ്ക്ക് അതൊക്കെ കേട്ട് സന്തോഷമായി. എപ്പോഴാ അച്ചുമോളെയും കൂട്ടി ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് ചോദിച്ചപ്പം ഉടനെ പോകണം, കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നൊക്കെ പറഞ്ഞു. കല്യാണത്തിന് മുൻപേ പെണ്ണ് ചെറുക്കൻ്റെ വീട് കാണാൻ പോകുന്നതേ നടപ്പില്ലാത്ത കാര്യമാണ് കേട്ടോ എന്നാ ചേച്ചി പറഞ്ഞു പൂർണിമയോട്. അത് പിന്നെ ചേച്ചി മാധവൻ സാറ് പറഞ്ഞതുപോലെ അവിടെ താമസിക്കുന്നത് മോളല്ലേ, അപ്പോൾ മോൾ അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞു. ഇനി ചേച്ചി നോക്കിക്കോ, കല്യാണത്തിന് മുൻപേ ചെറുക്കൻ്റെ വീട് കാണാൻ പോകുന്നത് ഇനി നാട്ടിലൊരു ആചാരമായി മാറും. ചേച്ചി നോക്കിക്കോ, എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ കെട്ടിയൻ്റെ വീട് ഞാൻ കണ്ടിരുന്നെങ്കിൽ എൻ്റെ അമ്മച്ചിയാണേ, ഞാൻ അയാളെ കെട്ടത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിക്കുന്നു. അത് വീട് കൊള്ളാത്തോണ്ടല്ല കേട്ടോ, ആ വീട്ടുകാരുടെ സ്വഭാവം കൊള്ളില്ലാത്തത് കൊണ്ടാ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ ചരിത്രം മുഴുവൻ ആ ചേച്ചി പറഞ്ഞു. ഈ സമയത്ത് പൂർണ്മ അങ്ങോട്ട് പോയി. ഒരു നാത്തൂനും നാട്ടുകാരും എന്ന് പറഞ്ഞ പാത്രമൊക്കെ എടുത്ത് കുത്തി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൂർണ്മേനെ തന്നെ. പൂർണ്മ എന്തോ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അനിയനും പ്രതാപനും ഭാര്യയും കൂടെ വന്നപ്പോൾ ഇവരുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്. പൂർണ്ണിമ മൈൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം എന്ന് ചേച്ചി ചോദിച്ചു. പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയിൽ എന്താ ചേച്ചി, പാർട്ടിയിൽ പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്താ നിനക്ക് എന്തു പറ്റി, അച്ചുവിൻ്റെ പെണ്ണ് കാണാൻ ആരെങ്കിലും വന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പൂർണ്ണിമേച്ചി എന്നോടൊരു വാക്ക് പറഞ്ഞോ? എടാ അതിന് പയ്യൻ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ, ആളെ നിനക്ക് അറിയാവുന്നതാ, നമ്മുടെ ശേഖരമേനോൻ്റെ മോനില്ലേ സന്ദീപ്, അവനാ പയ്യൻ എന്നൊക്കെ പറയണു. ആരും ആയിക്കോട്ടെ ചേച്ചി, പക്ഷേ എന്നോടൊരു വാക്ക് ചേച്ചിക്കും അളിയനും പറയാമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം ആക്ച്വലി ഞങ്ങളുടെ മനസ്സിലും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂർണ്ണിമേച്ചി എന്ന് പ്രതാപൻ്റെ ഭാര്യ പറയുക. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്താ നിങ്ങളുടെ മനസ്സിൽ അത് പറയാൻ പറഞ്ഞു. അപ്പോൾ വേറൊന്നുമല്ല, അച്ചുവിനെ എൻ്റെ കുടുംബത്തിലെ മരുമകളായി കൊണ്ടുവരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും പൂർണ്ണിമയുടെ മുഖം അങ്ങ് വാടി. അത് എൻ്റെ ഒരു ഇളയ ബ്രദറുണ്ടല്ലോ കാർത്തി, അവന് അച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവരുടെ വിവാഹം നടത്തിയാലോ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവനിപ്പോൾ ഈ വിവരം അറിയുമ്പോൾ നല്ല വിഷമമാകുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും പൂർണ്ണിമ എഴുന്നേറ്റ് നാത്തൂൻ്റെ അടുത്തേക്ക് ചെന്നു. പത്മജ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ 3 മക്കളിൽ ഒരാളെ പത്മജയുടെ കുടുംബത്തിന് ഞാൻ തന്നിരിക്കും, എന്താ പോരേന്ന് ചോദിച്ചു. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണ്ണിമയൊക്കെ അകത്തേക്ക് കയറിപ്പോയി. പൂർണ്ണിമയെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിയും ചിരിച്ച് അങ്ങനെ ഇരിക്കുക. പക്ഷേ അവർക്കുള്ളിൽ ദേഷ്യമാണ്. അവരുദ്ദേശിച്ച കാര്യം നടക്കും. അതെ, ഞാൻ കാർത്തിനെ കൊണ്ട് അച്ചുവിനെ കെട്ടിക്കാമെന്ന് പറഞ്ഞതേ പൊന്നുമടത്തിലെ സ്വത്തുക്കളിൽ ഒരു വിഹിതം നമ്മുടെ കൈകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് പത്മജ പറയുന്നു. കാർത്തിക്കാകുമ്പോൾ നമ്മൾ പറയുന്നത് പോലെയൊക്കെ കേൾക്കും.
ആ അന്ന് പാർട്ടിയുടെ പിന്നാലെ നടന്നില്ലായിരുന്നെങ്കിൽ പൂർണ്ണിമേച്ചിക്ക് കൊടുത്തതുപോലെ ഒരു ഷെയർ അച്ഛൻ എനിക്കും തരുമായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ അതിപ്പോഴല്ല ജയ് വിളിച്ചും പോസ്റ്റ് ഒട്ടിച്ച് നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു എന്ന് പത്മജ. രണ്ടും കൂടെ എന്നിട്ട് രഹസ്യമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ദേ പൂർണ്ണിമേച്ചിയും അതുപോലെ മാധവേട്ടനും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരേ ഒരു മോള് അത് അച്ചുവാണ്. അച്ചുവിന് പകരം മൃദുവിനെ കൊണ്ടോ സ്വാതിയെ കൊണ്ടോ കാർത്തികിനെ കല്യാണം കഴിപ്പിക്കാം എന്ന് വെച്ചാൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആകും. ഒരിക്കലും അവരെ കാർത്തികിനെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാവത്തൊന്നുമില്ല. അറിയാലോ, രണ്ടും വിളഞ്ഞു വിത്തുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് നിന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പത്മജയും ചേട്ടനും കൂടെ പ്ലാൻ ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ സേതുവും അതുപോലെ സേതുവിൻ്റെ കൂട്ടുകാരനും കൂടെ വഴിയിൽ വെച്ച് ഇങ്ങനെ ടാർപ്പ മടക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാധവനും അതുപോലെ കുറുപ്പമ്മാവനും അതുവഴി വരുന്നത്. അപ്പോൾ മാധവ, സേതു നിൽക്കുന്നു, താൻ കണ്ടില്ലേ എന്ന് കുറുപ്പമ്മാവൻ ചോദിച്ചു. അപ്പോൾ കണ്ടെന്ന് പറഞ്ഞു. അച്ചുവിൻ്റെ കല്യാണാലോചനയുടെ കാര്യം അവനോട് പറയണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ മാധവൻ ഇവിടെ ഇരിക്കെ, ഞാൻ ചെന്ന് അവനോട് വരാൻ പറയാം എന്ന് പറഞ്ഞ് കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ സേതു, നീ അങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞ് കുറുപ്പമ്മാവൻ വിളിച്ചപ്പം എന്തിനാ, മാധവൻ സാറിനെ കാണിക്കാനാണോ? എങ്കിലത് വേണ്ട എന്ന് സേതു പറയാം. വെറുക്കുന്നവരുടെ മുഖം വീണ്ടും വീണ്ടും കാണുന്നത് എനിക്ക് അറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എടാ മാധവനോട് നിനക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല, പിന്നെന്തിനാ എന്നെ കാണണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പോയിട്ട് വാ സേതുവേട്ടാന്ന് കൂടെയുള്ള ആൾ പറഞ്ഞപ്പോൾ നീ ഇങ്ങ് മടക്കിക്കേടാ, പോയി കാണാൻ മാധവൻ സാർ ആരാ, കൂട്ടിൽ കിടക്കുന്ന സിംഹം വല്ലതുമാണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ മാധവൻ കേൾക്കുക കേട്ടോ. ലാസ്റ്റ് ഗതി കേട്ട് മാധവൻ തന്നെ ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും നീ ഒന്ന് കാണിക്കണം. നിനക്ക് എന്തെങ്കിലും ഒരു വിചാരം എന്നെ പറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഏതായാലും വിചാരവുമില്ല മനസ്സുമില്ല, എനിക്ക് ക്ഷമയൊക്കെ കുറവാണ്. അതൊക്കെ എൻ്റെ അമ്മയെ നിങ്ങൾ ഒഴിവാക്കി വിട്ടില്ലേ, അന്നേ കൈവിട്ട് പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ സേതു, നീ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ മാധവനെ വെറുതെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ കുറുപ്പമ്മാവൻ എൻ്റെ വേദന എന്താ മനസ്സിലാക്കാത്തെ, ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്താലേ ദേ ആ നിൽക്കുന്ന മനുഷ്യൻ്റെ നിഴലിൽ പോലും നോക്കാനായിട്ട് തോന്നില്ല എന്ന് സേതു പറയുക. അത്രയ്ക്കും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടാകും. അപ്പം ഞാൻ എടുത്ത തീരുമാനങ്ങൾ കാരണം നീ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്കത് നന്നായി അറിയുകയും ചെയ്യാം. അതിനെന്ത് പരിഹാരം ചെയ്യണമെങ്കിലും അത് ഞാൻ ചെയ്യാം. അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ, നീ പറ, നിനക്ക് എന്താ വേണ്ടത്? ഇപ്പം എൻ്റെ കൺമുന്നിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പോയി തരാമോ? ഇപ്പം നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു സേതു. അപ്പോൾ മാധവൻ വന്നേ, വാ, ഇവൻ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല എന്ന് കുറുപ്പമ്മാവൻ പറഞ്ഞപ്പം നന്നാവേണ്ട, ആരും സേതുവിനെ നന്നാക്കാനും നോക്കണ്ട. ഞാൻ നിന്നെ നന്നാക്കാനൊന്നും നോക്കിയില്ല, നിന്റെ ഇഷ്ടത്തിന് വിട്ടു. അത് അബദ്ധമായി പോയി എന്ന് വൈകിയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞപ്പം ഇനി പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ അമ്മയെ ഒഴിവാക്കി പോയത് തെറ്റായി പോയി എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമെന്ന് നമ്മുടെ സേതു മാധവനെ വെല്ലുവിളിക്കുന്നു. അതൊക്കെ കേട്ട് മാധവൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. കുറുപ്പമ്മാവ, ഇനി മേലിൽ ഇയാളുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുമ്പോൾ ദേ അച്ചുവിൻ്റെ കല്യാണാലോചനയെ പറ്റിയൊന്നും നീ ഇവനോട് പറയണ്ട. എന്തായാലും അതിനും നീ അവൻ ഓരോന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കും. മകൻ്റെ പരിഹാസവും കുറ്റപ്പെടുത്തലും കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് കുറുപ്പമ്മാവൻ മാധവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുക. നമ്മുടെ സേതു ഇങ്ങനെ എന്നിട്ടും ഒരു ഇതുമില്ലാതെ അവിടെ അങ്ങനെ നിൽക്കുക. അവർ രണ്ടുപേരും വണ്ടിയിൽ കയറിപ്പോയി. ഈ സമയത്ത് മനസ്സിന് ആ ഒരു വേദനയോടെ നിൽക്കുകയാണ് നമ്മുടെ സേതു. ആ സമയം അച്ഛന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കായിരുന്നു. പാപം, അച്ഛൻ നല്ല വിഷമമായി കാണുമെന്ന് സേതുവിൻ്റെ കൂട്ടുകാരൻ പറയുമ്പം എനിക്കില്ലാത്ത സെൻറ്റിമെൻറ്റ്സ് ഒന്നും നിനക്ക് അങ്ങേരോട് വേണ്ട, പറഞ്ഞത് മനസ്സിലായോ? വിഷമായി പോലും എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കും. അങ്ങേര് കുറേ വിഷമിക്കട്ടെ എന്ന് പറഞ്ഞേ. അങ്ങനെ അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും മാധവൻ വീട്ടിലേക്ക് വരുന്നു. സങ്കടപ്പെട്ട് കയറി വരുന്ന മാധവനെ പൂർണ്ണിമ കാണുന്നു. പൂർണ്ണിമയെ അന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷേ പൂർണ്ണിമയെ പോലും മൈൻഡ് ചെയ്യാതെ മാധവൻ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് മാധവൻ്റെ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റി മാധവേട്ടാന്ന് ചോദിച്ചു. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു മാധവൻ. പിന്നെന്താ മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നത്, എന്താ കാര്യം എന്ന് പറയുമ്പോൾ അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് തോന്നലൊന്നുമല്ല, മാധവേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആ മുഖം നോക്കിയാൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറയുക നമ്മുടെ പൂർണ്ണിമയെ. അപ്പോൾ മാധവേട്ടൻ ഇന്നും സേതുവിനെ കാണാൻ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പം പോയി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കും മൃദു അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക. മൃദു അങ്ങ് ഇറങ്ങി വന്നപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നു. എന്നിട്ട് അച്ഛനിതിന് അയാളെ കാണാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്നും പറഞ്ഞുകൊണ്ട് മൃദു ഇങ്ങനെ ദേഷ്യപ്പെടുക. അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും സേതുവിനോട് സ്നേഹം ഉള്ളതുകൊണ്ട് അച്ഛൻ പോകുന്നതെന്ന് പൂർണ്ണിമ പറയുകയും ചെയ്തു. അപ്പോൾ ആ സ്നേഹം അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛൻ അയാളെ മനസ്സിൽ നിന്ന് കളഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് മൃദു.
എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ വിഷമിക്കാനായിട്ട് അയാളെ കാണാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ അയാളുടെ പേര് കേൾക്കുന്നത് പോലും അറപ്പാണെന്നൊക്കെ പറയുമ്പോൾ മൃദു അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നും സേതു നിന്റെ വല്യേട്ടനാണെന്നും പറഞ്ഞു നമ്മുടെ പൂർണിമ. ഓ പിന്നെ ഒരു വല്യേട്ടൻ, അച്ഛനെ വേണ്ടാത്ത വല്യേട്ടനെ എനിക്കും വേണ്ടാന്നും പറഞ്ഞ ഈ മൃദു. എനിക്ക് മാത്രമല്ല അച്ഛനും സ്വാതിക്കും ആർക്കും വേണ്ട, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്നും പറഞ്ഞു. അമ്മ പറ്റുമെങ്കിൽ അച്ഛനോടൊന്ന് പറ, ദയവ് ചെയ്ത ഇനിയും അയാളെ കാണാൻ പോയി ഇങ്ങനെ നാണം കെടരുതെന്ന്. അയാളെ കണ്ടിട്ട് വരുമ്പോഴുള്ള അച്ഛൻ്റെ വേദനിച്ച മുഖം കാണാനുള്ള ആ ഒരു മടി കൊണ്ടാണ് പറയണത്. അത് ഞങ്ങൾക്ക് കാണാൻ വയ്യാന്നും പറഞ്ഞു മൃദു അവിടെ നിന്ന് അങ്ങ് പോയി. മൃദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മാധവൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക. അങ്ങനെ ആ ഒരു വിഷമവും കാര്യങ്ങളുമായിട്ട് അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്ഥലമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചേച്ചി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് ചേച്ചി ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഓട്ടോക്കാരൻ കേട്ടില്ല. ഓട്ടോക്കാരൻ അങ്ങ് പോയി കഴിയുമ്പം 2 വട്ടം കൂടുതലിട്ടൊരു ഐസ് കട്ടയിട്ടിരുന്നു നാരങ്ങ വെള്ളം എടുക്കാനൊക്കെ പറഞ്ഞാൽ ചേച്ചി വന്ന് ഇരിക്കും കേട്ടോ. പിന്നെ ചേച്ചിക്ക് നാരങ്ങ വെള്ളം എടുത്ത് കൊടുക്കുന്നു. ചേച്ചി നല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സേതു ആ ചേച്ചിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അത് ഹോസ്റ്റലിലെ വാർഡനായിരുന്നു അത്. അപ്പോൾ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് ജീവനും കൊണ്ട് ഓടാൻ നോക്കുക. അപ്പോൾ തൊട്ട് പിന്നിൽ സേതുവിൻ്റെ കൂട്ടുകാരനും വന്ന് നിൽക്കുന്നു. ചേച്ചിക്ക് ഓടാൻ പറ്റിയില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. വെയിലല്ലേ, കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ശരിക്കും സേതുവിനെ കണ്ടില്ല, ഒരു പുക പോലെ കണ്ടോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ കണ്ടത് പുകയാക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞപ്പം നിൻ്റെ ഈ തമാശയിട്ടില്ല, അതാണ് പൊന്നമ്മ ചേച്ചിക്ക് ഇഷ്ടം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നമ്മ ചേച്ചി ഓടാൻ നോക്കുമ്പോൾ വന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു. അയ്യോ വേണ്ട മോനെ, എൻ്റെ വീട് അടുത്തല്ലേ, ഞാൻ നടന്നു പോക്കോളാം എന്ന് പറഞ്ഞു. അയ്യോ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വിടാനൊന്നും അല്ല കാറി കയറാൻ പറഞ്ഞത്, അതെ നമ്മൾ പോകുന്നതേ മുകുന്ദൻ മാഷിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു. ഒരു പാവം പെണ്ണിനെയും കുടുംബത്തിനെയും പറ്റിച്ച് കല്യാണം കഴിച്ചതിന് മാപ്പ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനി കല്യാണവും കാതൂത്തൊക്കെ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ബ്രോക്കറായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രോക്കർ ചേച്ചി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ സേതു പറയും. അപ്പോൾ കല്യാണം നടത്താൻ വേണ്ടി കള്ളം പറയുന്ന ബ്രോക്കർ അല്ല ഞാൻ. പക്ഷേ ആ ഇന്ദ്രൻ എന്ന് പറയുന്ന തല തിരിഞ്ഞവൻ്റെ കാര്യത്തിൽ എവിടെയോ ചേച്ചിക്ക് ഒരു പളിച്ച പറ്റിപ്പോയി, അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. അത് ഞങ്ങളോടല്ല പറയേണ്ടത്, അത് മുകുന്ദൻ മാഷിനോട് പറയണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വന്ന വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. കയറണോ മക്കളെ, കയറ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ചേച്ചി വിളിച്ച് വണ്ടിയെ കയറ്റി. അങ്ങനെ നമ്മുടെ പല്ലവിയുടെ നിരപരാധിത്വം അത് ഇവർക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെന്ന് ഓർക്കണം. അങ്ങനെ അവർ വണ്ടിയിൽ പൊന്നമ്മ ചേച്ചിയെ വലിച്ച് കയറ്റി നേരെ വീട്ടിലോട്ട് ചെല്ലുക. അപ്പോൾ അതെ അവിടെ സേതു ചെന്ന് വാതിൽ കൊട്ടി. അമ്മ വന്ന് വാതിൽ തുറന്നു. അപ്പോഴേക്കും എന്തേ നമ്മുടെ മുകുന്ദൻ മാഷ് അങ്ങോട്ടേക്ക് വന്നു. ആ സേതു താൻ കയറി വാ എന്നും പറഞ്ഞാൽ മാഷ് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. പൊന്നമ്മ ചേച്ചി അവരുടെ മുന്നിലേക്ക് വരുന്നു. ബ്രോക്കറെ കണ്ടപ്പോഴത്തേക്കും ശോഭയ്ക്ക് മുകുന്ദൻ മാഷിന് കലി കയറി. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ചേച്ചി കയറി വരുന്നതേ. അങ്ങനെ പൊന്നമ്മ ചേച്ചി മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ, ഞാനൊന്ന് കാണാൻ കാത്തിരിക്കായിരുന്നു, കയറി വാ എന്നും പറഞ്ഞ് ഇങ്ങനെ ശോഭ വിളിക്കുന്നു. അപ്പോൾ ചേച്ചി വന്നേ എന്ന് പറഞ്ഞു സേതു തന്നെ ചേച്ചി അകത്തേക്ക് കൊണ്ടു ചെല്ലുക. അപ്പം നിങ്ങളുടെ ഒന്നും മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ശോഭ ചോദിച്ചപ്പം അറിഞ്ഞെന്ന് പറഞ്ഞു പൊന്നമ്മ ചേച്ചി. പല്ലവിയുടെ ഭാഗത്താണോ അതോ ഇന്ദ്രൻ്റെ ഭാഗത്താണോ വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ഒരു വ്യക്തത വരാനുള്ളൂ എന്ന് ശോഭ പറയുമ്പോൾ സേതു വീഴ്ച പറ്റിയത് ഈ നിൽക്കുന്ന പൊന്നമ്മ ചേച്ചിയുടെ ഭാഗത്താണ്. രാജലക്ഷ്മി നീട്ടി നോട്ടുകൾ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ ശരിക്കുള്ള സ്വഭാവം മറച്ചു വെച്ച് ഇന്ദ്രനെ കൊണ്ട് പല്ലവിയെ കെട്ടിച്ചു. നല്ല തല്ലു കൊടുക്കേണ്ട പരിപാടിയല്ലേ ഇവർ ഈ കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സേതു പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു മാഷേ അവൻ ഇത്രയും വലിയൊരു കുഴപ്പക്കാരനാണെന്ന്. അതറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടിൻ്റെ പരിസരത്ത് പോലും ഞാൻ അവനെ കൊണ്ടുവരില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ മോളുടെ ജീവിതം പോയി. ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു മുകുന്ദൻ മാഷ് പറഞ്ഞപ്പം കാര്യങ്ങളൊക്കെ സേതു എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് മാഷിനോട് ഒരപേക്ഷയുണ്ട്. പല്ലവി മോളെ നിങ്ങൾ ആരും കുറ്റക്കാരിയായിട്ട് കാണരുത്. ആ കൊച്ചിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇന്ദ്രനെ കൊന്നിട്ടേ അവിടെ നിന്ന് ഇറങ്ങുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് പോക്കാണെന്നേ ആ ചെറുക്കൻ. അപ്പം ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം, എൻ്റെ മോളുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുമെന്നൊക്കെ ചോദിച്ചപ്പം മാഷ് പേടിക്കേണ്ട, അവളുടെ പോയ ജീവിതം ഈ പൊന്നമ്മ അവൾക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ നിങ്ങൾ അവളെയും ഇന്ദ്രനെയും കൂടെ ചേർന്ന് ഒരുമിച്ച് ചേർക്കുമെന്ന് ചോദിച്ചു. അവളെയും ആ ഇന്ദ്രനെയും കൂടെ ഒന്നിച്ച് ചേർക്കുന്നതേ സുനാമിയും ഭൂകമ്പവും കൂടെ ഒന്നിച്ച് വരുന്നതാണെന്ന് പൊന്നമ്മ ചേച്ചി. ഞാൻ പല്ലവി മോൾക്ക് വേറൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് തരാം. മാഷേ എത്രയും പെട്ടെന്ന് മോളുടെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നോക്ക്. ഡിവോഴ്സ് കഴിയുമ്പോൾ പയ്യനെ പൊന്നമ്മ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ എൻ്റെ പൊന്നു തമ്പുരാനെ ഒന്നും വേണ്ടായേ,
നിങ്ങൾ ഉടനെ സെറ്റാക്കി തന്നാൽ തന്നെ ഞങ്ങൾക്ക് തൃപ്തിയായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും ഇങ്ങനൊരു കൊലച്ചത് ഞങ്ങളോട് വേണ്ടായിരുന്നു പൊന്നമ്മ ചേച്ചി എന്ന് ശോഭ പറഞ്ഞപ്പോൾ, ശോഭയെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ കുഴിയിൽ ചാടിക്കുമോ പൊന്നമ്മ ചേച്ചി ചോദിക്കുക. ഞാൻ നിങ്ങളുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് മാത്രം ആലോചിച്ചോളൂ. ആ തലതിരിഞ്ഞവൻ കാരണമേ ജീവിതം വഴിയാധാരമായി പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശോഭയെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് മകളുടെ നിരപരാധിത്വം അച്ഛനും അമ്മയ്ക്കും മനസ്സിലായത്. എന്തായാലും ഇനിയെങ്കിലും വ്യക്തമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ ഒരു പെണ്ണിൻ്റെയും ജീവിതത്തിലേക്കും ആരെയും തള്ളിവിടരുതെന്ന് പറഞ്ഞു മാഷ്. മനസ്സിലായി മാഷെ, ഇനി നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ പൊന്നമ്മ കല്യാണം ആലോചിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതു കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞ് പൊന്നമ്മയെ കൊണ്ട് പറയിച്ചു. അങ്ങനെ അവരവിടുന്ന് പോണു. അങ്ങനെ അവരവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സേതു ആണെങ്കിൽ വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങി. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോടാ എന്ന് പറഞ്ഞു പൊന്നമ്മ. അപ്പം നിങ്ങളിനിയേ നടന്നു പോയാൽ മതിയെന്ന് പറഞ്ഞു. ഷോ എൻ്റെ ദൈവം, ഇവൻ എന്നെ പണി തന്നെ അവിടെ വരെ ഞാൻ ഇനി എങ്ങനെ നടക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നമ്മ ഇങ്ങനെ പെറുപറ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും പൊന്നമ്മ ചേച്ചിക്ക് കിട്ടാനുള്ളത് കിട്ടി, കൊടുക്കാനുള്ളത് പൊന്നമ്മ ചേച്ചി കൊടുത്തു. എന്നിട്ട് പൊന്നമ്മ ചേച്ചി നടന്ന് അങ്ങോട്ടേക്ക് ശോഭയുടെ അടുത്തേക്ക് പോവാം. ശോഭയെ ഒരു 50 രൂപയും ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും തയ്ച്ചുകൊണ്ടിരുന്ന കത്രിക എടുത്ത് ശോഭ ഇങ്ങനെ പൊക്കി കാണിച്ചു. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞ് ചേച്ചി നടന്നു പോകാൻ നോക്കാം. ഇനി ഇവിടെ നിന്നാലേ മിക്കവാറും എഴേണ്ടി വരുമെന്നും പറഞ്ഞു ശോഭ ചേച്ചി പേടിപ്പിച്ചതുകൊണ്ട് ആശാത്തി അങ്ങ് പോയി. എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ പല്ലവിയെ കാണാനായിട്ട് അച്ഛൻ ചെല്ലുക. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് മോളെ, അവനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു. അത് ഇന്ദ്രനെ കിട്ടിയതോടുകൂടി അതങ്ങ് കഴിഞ്ഞു. ഇതിനെ അങ്ങനെ അങ്ങ് കണ്ടാൽ മതി എന്നൊക്കെ പറയാം മോള്. അപ്പം നിനക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ മോളെ എന്ന് മുകുന്ദമാഷ് ചോദിച്ചപ്പം, എനിക്ക് ആരോടും ദേഷ്യമില്ല, എൻ്റെ ദേഷ്യമൊക്കെ എനിക്ക് എന്നോട് തന്നെയാണെന്ന് പറഞ്ഞ് പല്ലവി ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നു. അച്ഛൻ ഇങ്ങനെ മെഴുങ്ങൊസിയാന്ന് പറഞ്ഞ് നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.